പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ബിഗ് ടിവിക്ക് മുൻപും ശേഷവും എന്ന രീതിയിൽ മലയാള വാർത്താ ചാനലുകൾ അടയാളപ്പെടുത്തണം എന്നതാണ് എന്റെ ആഗ്രഹം. ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാൻ ഇവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു. നിസ്സാരമായല്ല, മലയാളത്തിലെ ആദ്യത്തെ വനിതാ ടെലിവിഷൻ ചീഫ് എഡിറ്ററായാണ് സുജിയ പാർവതി കടന്നു വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കാം. ഇതേതോ ഈ കരിഞ്ഞവൻ? ഞാനാ ഉണ്ണി, ഞാനാ സുന്ദരൻ. എവനെന്ത് പറ്റി? അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾ. മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ജീവൻ കളയാനല്ല, കരി കളയാനാ പറഞ്ഞത്. അതിന് കരി പോണ്ടേ? അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. കുഞ്ഞാകെ കറുത്ത് കരിക്കട്ട പോലെ. മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കും. അതുകൊണ്ട് പറ്റിപ്പോയി. എനിക്ക് നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. ഇത് ജയന്റെ സിനിമ പോലെയല്ല, കരിവരുടെ ജീവിതങ്ങളെ. കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മൾ അതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പൊ എന്നെ കളിയൊക്കെ നോക്കേണ്ട, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു. ഇതുകൊണ്ട് വല്ല ബൂസ്റ്റൊക്കെ വെച്ച് കഴിക്ക്. ചാള വറുത്തത് പോലെ വരുന്നത് എനിക്ക് കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തുന്ന എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ എന്തായിട്ടാ തീക്കുരുത്തല്ലേ? വിശ്വാസമാവില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന് തമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുറുമ്പന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഗുരു കൊണ്ടുപോകും. ഡാഡിയായി പോയി. നിന്റെ ഡാഡിയാണെന്നുണ്ടെങ്കിൽ